പ്രധാനമായ ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. അൽ-ഖ്വയ്ദ നേതാവ് ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അമേരിക്കയാണ് ഈ ഒരു വിവരം പുറത്തുവിട്ടത്. കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിൽ വെച്ചാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്ന വിവരം. നമ്മൾ കൂടുതൽ വാർത്തകൾ, കൂടുതൽ വിശദാംശങ്ങൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടു എന്നാണ് അമേരിക്ക ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും ഒസാമയുടെ മൃതദേഹം അവരുടെ കൈവശം ഉണ്ട് എന്നും അമേരിക്ക അവകാശപ്പെടുന്നു. കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിൽ വെച്ചാണ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയേക്കും എന്നാണ് അറിയുന്നത്. ഇതിന്റെ എങ്ങനെയാണ് ബറാക് ഒബാമ ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തുക എന്ന് അറിയില്ല. എങ്കിലും ലാദൻ എപ്രകാരം ഏത് വിധത്തിൽ കൊല്ലപ്പെട്ടു എന്നതിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് ഇനിയും ലഭ്യമാകേണ്ടത്. നമുക്കറിയാം, വളരെ ശക്തമായ ആക്രമണം ഒസാമ ബിൻ ലാദനെതിരെ എല്ലാ കാലത്തും അമേരിക്ക അഴിച്ചുവിട്ടിരുന്നു. വളരെ വിവിധ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലുണ്ടായിരുന്നു. എന്നും അമേരിക്കയുടെ കടുത്ത ശത്രുവായിരുന്നു ഒസാമ ബിൻ ലാദൻ. ഭീകര സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ലോകരാജ്യങ്ങൾക്ക് പലപ്പോഴും ഭീഷണിയായിരുന്നു ഒസാമ ബിൻ ലാദൻ. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട അമേരിക്കയ്ക്ക് കടുത്ത ശത്രുത ഒസാമ ബിൻ ലാദനോട് ഉണ്ടായിരുന്നു. എന്തായാലും ലാദൻ എവിടെയാണെന്നോ ലാദന്റെ അനുയായികൾ എവിടെയെന്നോ കൂടുതൽ വിവരങ്ങൾ അറിവില്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. ലാദൻ എവിടെയാണ് ഒളിച്ചിരുന്നത്, തന്റെ ഭീകര പ്രവർത്തനം നടത്തുന്നത് എന്നത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ലായിരുന്നു. പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒസാമ ബിൻ ലാദൻ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കണക്കുകൂട്ടലായിരുന്നു പലപ്പോഴും. എവിടെയോ ഒളി സങ്കേതത്തിലിരുന്ന് തന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു, ലോക രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഒസാമ ബിൻ ലാദനെ കുറിച്ച് കണക്കുകൂട്ടിയിരുന്നത്. എന്തായാലും പാകിസ്ഥാനിൽ വെച്ച് ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടു. അത് ഏറ്റവും